മാസ് പടത്തിൻ്റെ കൂടെ തന്നെ കുറേ സ്ട്രാറ്റജിക്കൽ ഇതുണ്ട്. നല്ല രസമുണ്ട്. അടിപൊളി സൂപ്പർ. അടിപൊളിയാണ്. വൺ ഫൈറ്റ് വൺ ആക്ഷൻ. 100-500 കോടിയൊക്കെ അടിക്കും. അത് കാരണം അത്രയും പെർഫെക്റ്റ് ആണ്. നല്ല മൂവിയാണ്. മമ്മൂക്ക സൂപ്പറായിട്ടുണ്ട്. ആക്ഷൻ, മമ്മൂക്കയുടെ ഈ ആക്ഷൻ തകർത്തു. മമ്മൂക്ക എല്ലാ മേഖലയും ഈ സിനിമ എല്ലാം ഒന്നും പൈസാഘട്ടിന്റെ മമ്മൂട്ടി കമ്പനിയുടെ മമ്മൂക്കാര് ഒരു ജാക്കിക്കാൻ തർക്കം അതന്നെയാണ് പടം. മഴ പെയ്യുന്നുണ്ട്, പക്ഷെ നോക്കണ്ട, ആൾക്കാർ വണ്ടി തുറന്ന് തിയേറ്ററിൽ വരും. അമ്മാതിരി അടിപൊളി പടം. നല്ല മൂവിയാണ്. മമ്മൂക്ക സൂപ്പറായിട്ടുണ്ട്. ആക്ഷൻ, മമ്മൂക്കയുടെ ഈ ആക്ഷൻ തകർത്തു. ഇത്രയും ഏജിൽ പുള്ളി ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞാൽ അത് സൂപ്പർ തന്നെയാണ്. മമ്മൂക്കേനെ ഞാൻ നമിച്ചു. ഇത്രയും ഏജിൽ മമ്മൂക്ക അടിപൊളിയാണ്. വൺ ഫൈറ്റ് വൺ ആക്ഷൻ. ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് മാസ് പടത്തിൻ്റെ കൂടെ തന്നെ കുറേ സ്ട്രാറ്റജിക്കൽ ഇതുണ്ട്. നല്ല രസമുണ്ട്. ഫ്രം ബിഗിനിങ് ടു എൻഡ് നമുക്ക് വിസിലടിച്ച് കണ്ടുകൊണ്ടിരിക്കാം. കിടിലൻ പടം. മമ്മൂക്കയുടെ ഇത്ര പ്രായത്തിൽ ഇദ്ദേഹം എന്താ കോരിത്തെരിപ്പിച്ചോ നമുക്ക് സ്ക്രീനിൽ നിന്ന് കണ്ടെടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ ഇതിൽ പറയുന്നത് ഡയറക്ടർ വൈശാഖ് സാർ സൂപ്പർ. എല്ലാവരും അടിപൊളിയാണ്. ഒരു ഫൈറ്റ് പ്രതീക്ഷ, ഒരു കോംബോ ഫൈറ്റ് പ്രതീക്ഷിച്ചു. ആ ഫൈറ്റ് ചെയ്തിട്ട് അതൊരു വിഷമമല്ലോ. ഇല്ല, അത് അടുത്ത പടത്തിൽ നമ്മൾ ഇതാക്കത്തും പോരെ. ഇതിങ്ങനെ തന്നെയാണ് അതിന്റെ ഭംഗി. നമുക്ക് കംപ്ലീറ്റ് ആക്ഷൻ സീക്വൻസിൽ പുള്ളി അദ്ദേഹം ഡയലോഗ് ഫൈറ്റിനടക്ക് പറയുന്നുണ്ടല്ലോ, ഇത്ര പേര് വരുന്നത് ഇനി എന്താ വരുന്നിടത്തിട്ട് കാണാന്നുള്ളത്. അപ്പൊ അത് ആ ഒരു ടർബോ ജോസിന്റെ ഒരു കരുത്താണ് അതിൽ പ്രകടിപ്പിച്ചിട്ടുള്ളത്. അത് വളരെ മനോഹരമായി തന്നെ നമുക്ക് പ്രകടിപ്പിച്ചു. അത് ഗംഭീര വിജയമായിരിക്കും സിനിമ. എല്ലാതരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്നതാണ്. എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. അടിപൊളി മൂവിയായിരുന്നു. AG സെച്ച നമ്പർ മമ്മൂക്ക വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. അപ്പം എന്താണ് എല്ലാവരും ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും വന്നിട്ട് പടം കണ്ട് അടിച്ചു കൊടുക്കുക. ഇപ്പോൾ രാജ്ബി ഷെട്ടിയുടെ സ്ക്രീൻ പ്രസൻസ് ഭയങ്കരമായിരുന്നു. മമ്മൂട്ടിയെ കണ്ടിട്ട് വണ്ടടിച്ചിരിക്കുമ്പോഴാണ് രാജ്ബി ഷെട്ടിയുടെ എൻട്രൻസ്. ഇറ്റ്സ് അൺബിലീവബിൾ. ലൈക്ക് എല്ലാവരും തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും വന്നിട്ട് പടം കാണും. പൊടിപ്പൂരം സ്റ്റേറ്റ്മെന്റ് പറഞ്ഞെങ്കിലും ഈ പറഞ്ഞമാര് 10 ലക്ഷം മുണ്ടിന് മാത്രമല്ല വേറെ ക്യാരക്ടറുണ്ട്. അതിനകത്ത് പോർച്ചുഗീസുകാരുണ്ട്. യക്ഷിയുടെ കോസ്റ്റ്യൂം നമ്മളെല്ലാം ആക്സസറി കസ്റ്റമൈസ് ചെയ്താണ്. ഞാൻ എൻ്റെ യക്ഷിയുടെ ആക്സസറി കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ആക്സസറി. ഇതിന് ഞാൻ എൻ്റെ റേറ്റ് ഫൈറ്റ് മാസമാണ്. അതാണ് വേറെ എൻഗേജിങ് ആയിട്ടൊന്നും നോർമൽ ക്ലീഷ ഫൈറ്റ് എടുത്ത് പറയേണ്ട സംഭവം. അങ്ങനെയൊക്കെ ഒരു സംഭവം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. തിയേറ്റർ കുലുങ്ങിയ ആൾക്കാർ പറഞ്ഞു ഏറെക്കുറെ എനിക്ക് തന്നെയായിരുന്നു. അത്രയും പവർഫുൾ ആയിരുന്നു. ഭയങ്കര എഫക്റ്റ് ആയിരുന്നു. ഇത് നല്ല രീതിയിൽ റീച്ച് ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. ബിക്കോസ് എനിക്ക് ആ എഫക്റ്റ് ഫീൽ ചെയ്തു. അതെന്തായാലും ഓഡിയൻസിനും ഫീൽ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം.